Hello dears, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിലെ 5th ചാപ്റ്റർ ആയ ദ സ്കൈ നിയർ എച്ച് ഹാൻഡ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണുള്ളത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? നമുക്ക് അറിയാമല്ലേ, കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ അല്ലേ, അതാണ് എന്ത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ലെറ്റ്സ് പ്ലേ എ ഗെയിം. എന്താണ്, നമുക്കൊരു കളി ആയാലോ എന്നാണ് അല്ലേ. A blindfolded person should reach at a predetermined place in the classroom. എന്താ ഫസ്റ്റ് പറഞ്ഞ, കണ്ണ് കെട്ടിയ ഒരാൾ എന്താക്കുക ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി അല്ലേ. First try to reach that place without anyone's help. At the next stage he can follow the instruction of a helper. When was it possible to reach the target easily? എന്താണ് പറയുന്നത്? അപ്പോൾ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി. ആദ്യം ആരുടെയും സഹായമില്ലാതെ എന്താക്കുക ലക്ഷ്യത്തിൽ എത്താൻ ശ്രമിക്കണം അല്ലെ. പിന്നെ എന്താക്കുക അടുത്ത ഘട്ടത്തിൽ ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. എളുപ്പത്തിൽ എന്താക്കുക ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ്? ആദ്യം എന്താക്കുക ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ എത്താൻ ശ്രമിക്കണം. പിന്നെ എത്താൻ കഴിയാത്ത ഇതിലെന്താക്കുക ഏതെങ്കിലും ഒരു ഹെൽപ്പറിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ഇതിൽ എത്രയും വേഗം അതിൽ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ്? ഈ സഹായിയുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. While traveling through an unknown and unfamiliar route, what is the method adopted by the driver of a vehicle to reach the destination easily? അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനത്തിന്റെ ഡ്രൈവർ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? ഡു യു നോ ഹൗ വി ഗെറ്റ് സച്ച് സർവീസസ്? എങ്ങനെയാണ് ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Imagine an object orbiting the earth. We can take pictures of the earth with a camera attached to that object. എന്താണ്, ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കുക. അതിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാമല്ലോ അല്ലെ. അതിലൊരു ക്യാമറ ഫിക്സ് ചെയ്താൽ എന്താണ് ഭൂമിയുടെ ചിത്രം എടുക്കുക അല്ലെ. ലുക്ക് അറ്റ് ദ പിക്ചർ ടേക്കൺ ദാറ്റ് വേ. എന്താണ്, നമുക്ക് നോക്കാം. ഈ രീതിയിൽ എടുത്ത ചിത്രം നോക്കിയാ കണ്ടോ എങ്ങനെ എടുത്തതാണ്? ഒരു എന്താണ് ക്യാമറ ഘടിപ്പിച്ചിട്ട് ഭൂമിന്റെ ചിത്രം എടുത്തതാണ്. എങ്ങനെയാണ് ഭൂമിന്റെ ചിത്രം അല്ലെ. Many mechanical devices including cameras and various instruments created by humans have been sent to place. They constantly revolve around the earth. These human-made devices are called artificial satellite. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങൾ ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച എന്താണ് ഈ സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലെ. അവ സദാ ഭൂമിയെ എന്താണ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് എന്ത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പൊ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങൾ ഘടിപ്പിച്ച് എന്താണ് ഈ ചില യന്ത്ര സംവിധാനങ്ങൾ എന്താണ് മനുഷ്യൻ നിർമ്മിച്ചിട്ട് ബഹിരാകാശത്തേക്ക് സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സദാ എപ്പോഴും എന്താണ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളാണ് എന്ത് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ artificial satellite. Such artificial satellites provide services like GPS, Global Positioning System. GPS എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, Global Positioning System. They enable us to view the satellite images of your house, school and other places using mobile phones or computers. എന്താണ് അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലേ. ഇത്തരം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് എന്ത് GPS എന്ന് പറയുന്നത് അല്ലെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഒരു സാറ്റലൈറ്റ് ഇമേജസ് ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ കാണാനാവും അല്ലെ. അപ്പൊ GPS ഘടിപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടില്ലേ, അതൊക്കെ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. ഇതിന്റെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് എന്ത് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. അപ്പോൾ GPS എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. Then what are some other services that artificial satellite provide? അങ്ങനെയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് ചിത്രം ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചിത്രം നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമുക്ക് നൽകുന്ന ഒരു സേവനമാണ് എന്ത് GPS അല്ലേ. അതുപോലെ നമുക്ക് പല ഇതും തരുന്നുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ എന്താണ് നമുക്ക് നൽകുന്ന വേറെയും സേവനങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ദ റിമോട്ട് സെൻസിങ്, കമ്മ്യൂണിക്കേഷൻ, നേവിഗേഷൻ, സയന്റിഫിക് എക്സ്പെഡിഷൻ, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്, ഡിഫൻസ് അല്ലേ.
അപ്പോൾ എന്താ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടെലികമ്മ്യൂണിക്കേഷൻ അല്ലേ, വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു. പിന്നെ വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു. പിന്നെ എന്താണ് വരുന്നത്? നാവിഗേഷൻ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് വരുന്നത്? അപ്പം നിങ്ങൾ എന്താക്കുക, ഇതിൽ നിന്ന് എടുത്തെഴുതുക അല്ലേ. റിമോട്ട് സെൻസിങ്ങോ അല്ലെങ്കിൽ ഡിഫെൻസോ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സെന്നോ അല്ലെങ്കിൽ സയന്റിഫിക് എക്സ്പിഡിഷനോ ഒക്കെ ഏതെങ്കിലും എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ദെൻ അടുത്ത എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഇതെന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. എന്താ അവിടെ പറയുന്നത്? ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. ഏതാണ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നോക്കാം. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ അവർ കൺട്രി ആൻഡ് ദെയർ പർപ്പസസ്. എന്താണ്? വിവിധ ആവശ്യങ്ങൾക്കായി നമ്മുടെ രാജ്യം വിക്ഷേപിച്ച പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അവയുടെ ഉപയോഗങ്ങളുമാണ് എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻസാറ്റിന് എന്താണ് അതിന്റെ പ്രൈമറി പർപ്പസ് എന്താ? പ്രധാന ഉപയോഗം എന്താണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഇൻസാറ്റ് എന്താണ്? ഇത് പഠിക്കണം കേട്ടോ. ഇൻസാറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, വാർത്താ വിനിമയത്തിനാണ് ഇൻസാറ്റ് ഉപയോഗിക്കുന്നത്. ഇനി എഡ്യൂസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂസാറ്റ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനാണ് ഉപയോഗിക്കുന്നത്. IRNSS അല്ലെ. IRNSS എന്തിനാണ്? നാവിഗേഷൻ അല്ലെ, ഗതി നിർണയത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് കാർട്ടോസാറ്റ് അല്ലെ. കാർട്ടോസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജോഗ്രഫിക്കൽ ഒബ്സർവേഷൻ അല്ലെ, ഭൗമ നിരീക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ആസ്ട്രോസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ പ്രധാന ഉപയോഗം എന്തിനാണ്? ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച് അല്ലെ, ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി GSAT-7 എമിസാറ്റ് അതെന്തിനാണ്? ഡിഫൻസ് പ്രതിരോധത്തിനാണ് അല്ലെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പഠിക്കുക കേട്ടോ. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നല്ലേ, പ്രധാന ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത് നോക്കൂ. ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്താണ്? IRNSS. എന്താണ് IRNSSന്റെ ഫുൾ ഫോം എന്താണ്? ഐന്റെ ഇന്ത്യൻ, R റീജിയണൽ, N നാവിഗേഷൻ, S സാറ്റലൈറ്റ്, S സിസ്റ്റം അല്ലെ. അപ്പോൾ ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇസ് ആൻ ഇൻഡിജിനസ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ. എന്താ ഇവിടെ പറയുന്നത്? ഈ IRNS എന്തിനാ? അതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണ്? IRNSS നാവിഗേഷന് വേണ്ടിയിട്ടുള്ള അല്ലേ. അപ്പം അതെന്താണ്? നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഒരു നാവിഗേഷനാണ് അല്ലെ. നാവിഗേഷൻ സിസ്റ്റം ആണ് എന്ത്? ഒരു ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണെന്ത്? ഈ IRNSS എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇറ്റ് ഈസ് എക്വിവലന്റ് ടു GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എന്താണ്? GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത് അല്ലെ. അടുത്ത എന്താണ്? ഇതാണ് കേട്ടോ നാവിക്. ഓക്കെ. ഇനി റോക്കറ്റ്. എന്താണ് റോക്കറ്റുകൾ? ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ടു സ്പേസ്? എങ്ങനെയായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നത്? നമ്മളിപ്പോൾ നേരെ കണ്ടതാണ് അല്ലേ. എങ്ങനെയാണ്? നോക്കാം നമുക്ക് അല്ലെ. റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒന്ന് നോക്കിയേ. Satellite launch on May 29, Bangalore. The launch of navigational satellite indigenously developed by our country will take place on May 29. The satellite will be placed into its orbit using GSLV F-12, which will be raised to its orbit by the rocket in 18 minutes. എന്താ അവിടെ വരുന്നത്? ബാംഗ്ലൂർ ഉപഗ്രഹ വിക്ഷേപണം May 29 അല്ലെ. ബാംഗ്ലൂർ ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം May 29 നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ എവിടെ എത്തിക്കുന്നത്? ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് അല്ലെ. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓർബിറ്റിൽ എത്തിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ ഈ സ്പേസിൽ എത്തുന്നത്? റോക്കറ്റ് വഴി അല്ലെ. Rocket are the vehicles used to launch satellites and spacecrafts into space. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഉപഗ്രഹങ്ങളെയും അതുപോലെ ബഹിരാകാശ പേടകങ്ങളെയൊക്കെ സ്പേസിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതാണ്? റോക്കറ്റ് ആണ് അല്ലേ. റോക്കറ്റ് എന്ന് കേട്ടില്ലേ? അപ്പൊ ഈ സാറ്റലൈറ്റിനെയും അതുപോലെ സാറ്റലൈറ്റിനെയും സ്പേസ് ക്രാഫ്റ്റിനെയും ഒക്കെ സ്പേസിൽ എത്തിക്കുന്ന ആരാണ്? റോക്കറ്റ് എന്ന് പറഞ്ഞ വാഹനമാണ് അല്ലെ, റോക്കറ്റുകളാണ് അല്ലെ. ദെൻ അപ്പൊ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് വാഹനങ്ങളാണ് എന്ത്? റോക്കറ്റുകൾ. ഓക്കെ.
ദെൻ അടുത്ത എന്താ അവിടെ പറയുന്നത് നോക്കിയേ, ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO, കേട്ടില്ലേ, ISRO, ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ് ദ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻസ് ഓഫ് അവർ കൺട്രി. കളക്ട് ദ നെയിംസ് ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതർ കൺട്രീസ് ആൻഡ് നോട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. എന്താ അവിടെ പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു സ്പേസ് ഏജൻസിയാണ് എന്ത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ രാജ്യത്തിന് ഈ എക്സിക്യൂട്ടീവ് സ്പേസ് മിഷൻസ് അല്ലെ, എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്പേസ് മിഷൻസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു സ്പേസ് ഏജൻസിയാണ് എന്ത്, ISRO എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിച്ച് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, ടോപ്പ് 12 സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് ഏതാണ് നോക്കിയേ, കനേഡിയൻ സ്പേസ് ഏജൻസി, കൊറിയ എയറോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജർമ്മൻ എയറോസ്പേസ് സെന്റർ, ഇറ്റാലിയൻ സ്പേസ് ഏജൻസി ASI, നാഷണൽ സെന്റർ ഫോർ സ്പേസ് സ്റ്റഡീസ് ഫ്രാൻസ്, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി JAXA, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO, സ്പേസ് എക്സ്, റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി റോസ്കോമോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ CNSA, നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ NASA അല്ലെ. ഇതൊക്കെയാണ് എന്താണ് അതർ കൺട്രീസിലുള്ളതും വരുന്നത് അല്ലെ. നോക്കൂ, കനേഡിയൻ സ്പേസ് ഏജൻസിയിലുള്ളത്. പിന്നെ അതുപോലെ നോക്കൂ, കൊറിയ എയറോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ജർമ്മൻ എയറോസ്പേസ് സെന്റർ DLR ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇറ്റാലിയൻ സ്പേസ് ഏജൻസി ASI ആണിത്. ഇത് നാഷണൽ സെന്റർ ഫോർ സ്പേസ് സ്റ്റഡീസ് ഫ്രാൻസിലുള്ളത്. ഇത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി JAXA. ഓക്കെ, ഇതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഇത് കേട്ടോ. ISRO ലോഞ്ചസ് ഇൻ 100th സാറ്റലൈറ്റ് ഓൺ ബോർഡ് ദ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ചെയ്യുന്നതാണിത്. ഇത് സ്പേസ് എക്സ് ആണ് കേട്ടോ. ഇത് റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി റോസ്കോസ്മോസ് അല്ലേ. യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA ആണ് ഇത് അല്ലേ. ESA ആണ് പാരീസിലെ ESA ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ പാരീസ് ഫ്രാൻസ് അല്ലേ. ഇത് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ CNSA ലോഞ്ചിങ് ഇറ്റ്സ് ഫസ്റ്റ് സോഫ്റ്റ് ലോണാർ ലാൻഡിംഗ് മിഷൻ വിത്ത് ലോങ് മാർച്ച് 3 ബി കാരിയർ റോക്കറ്റ്. ഇത് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ NASA ഓൾ സാറ്റേൺ V ലോഞ്ചസ് 1967 to 1973 സോഴ്സ് NASA. ഇതാണ് വേൾഡിലുള്ള 12 സ്പേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇതാണ് കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, മേക്ക് ദ മോഡൽ ഓഫ് എ റോക്കറ്റ് യൂസിങ് പേപ്പർ ആസ് സീൻ ഇൻ ദ പിക്ചർ. നിങ്ങൾ എന്താക്കുക, റോക്കറ്റിന് ഒരു മോഡൽ ഉണ്ടാക്കുക പേപ്പർ വെച്ചിട്ട്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മോഡൽ ഉണ്ടാക്കുക കേട്ടോ. ദെൻ ഇനി ഇവിടെ പറയുന്ന അവർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്. ഇനി നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ എവിടെയാണെന്നുള്ളത്, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് ഈസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെന്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് ഗിവൺ. കളക്ട് ആൻഡ് ആഡ് മോർ. എന്താണ്, റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെ. നമ്മുടെ രാജ്യത്തെ എത്ര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റോക്കറ്റ് ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് നടത്തുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെ, സം സ്പെഷ്യൽ ഫെസിലിറ്റീസിൽ നിന്നാണ് അല്ലെ. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. പിന്നെന്താണ്, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ located in Tirunelveli district of Kerala, India's first rocket launch station, established on 21st November 1963. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലെ. പിന്നെന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. പിന്നെ 1963 നവംബർ 21 എന്തായത്, അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് അല്ലെ, സ്ഥാപിതമായത്. ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഈസ് എൻ ഇന്ത്യൻ റോക്കറ്റ് launching site established on 21 November 1963, operated by the Indian Space Research Organization. It is located in Tumba, Tirunelveli.
which is near the southwestern tip of mainland India, very close to Earth's magnetic equator. It is currently used by ISRO for launching sounding rocket. The first rocket were assembled in the former St. Louis High School, which the first rocket were assembled in the former St. Louis High School, which now houses a space museum. The local bishop of Trivandrum, Peter Bernard Pereira, along with Vincent Victor Derrida and district collector Madhavan Nair, were instrumental in acquiring large parcel land measuring 600 acres for coastal community. നിങ്ങൾക്ക് ഇതൊന്ന് പോയിന്റുകളൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറയുന്നത് നോക്കിയേ. സതീഷ് ധാവൻ സ്പേസ് സെന്റർ ആണ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ടയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ 1971. There are 2 launch pads. Tumba rocket launching the location is near the Earth's magnetic equator, known as the rocket launching stations. പിന്നെ സതീഷ് ധാവൻ സ്പേസ് സെന്ററിന്റെ ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ എന്താണ്, there are 2 launch pads, 2 വിക്ഷേപണ തറകളുണ്ട് അല്ലെ. Now India satellite launches are taking place here. Being closer to the equator gives it extra centripetal force that helps launch satellite എന്ന് പറയാം അല്ലെ. ഇതാണ് സതീഷ് ധാവൻ സ്പേസ് സെന്റർ, കണ്ടോ. Sriharikota Island was chosen in 1969 for a satellite launching station. It is located 80 km 50 north of Chennai. The center became operational on 9th October 1971. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ എന്താണ്, ശ്രീഹരിക്കോട്ടയിലെ തിരുപ്പതി ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശിലെ. അപ്പം ഇതാണ് വരുന്ന ലൊക്കേഷൻ എന്തൊക്കെ കേട്ടോ. ഓക്കെ, ഫെസിലിറ്റീസ് പനോരാമിക് വ്യൂ SC ഷാർ അല്ലേ, ശ്രീഹരിക്കോട്ടേൻ്റെ. ഇതാണ് സോളിഡ് സ്റ്റേജ് അസംബ്ലി ബിൽഡിങ്, വെഹിക്കിൾ അസംബ്ലി ബിൽഡിങ്, ഇതൊക്കെ അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, വിക്രം സാരാഭായ്. ഇതാണ് അല്ലെ, വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. അപ്പൊ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ ആരാണ്, വിക്രം സാരാഭായ് ആണ് അല്ലെ. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജിനസ് സ്പേസ് ടെക്നോളജീസ്. റെക്കഗ്നൈസിംഗ് ഹിസ് കോൺട്രിബ്യൂഷൻസ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇൻ തിരുവനന്തപുരം ആൻഡ് ദ ലൂണാർ ലാൻഡർ വിക്രം ഓഫ് ദ ചന്ദ്രയാൻ മിഷൻ ആർ നെയ്മഡ് ആഫ്റ്റർ ഹിം. എന്താണ് ഇവിടെ പറയുന്നത്, ഈ വിക്രം സാരാഭായ് ആണ് എന്ത്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജിനസ് സ്പേസ് ടെക്നോളജീസ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം എന്താണ്, പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെ. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് എന്ത്, തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള പേരിട്ടത് എന്നും. പിന്നെ ചന്ദ്രയാന്റെ ലാൻഡറിന് എന്താണ്, വിക്രം എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥാണ് അല്ലെ. അപ്പം തിരുവനന്തപുരത്തുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് എന്താ പേര് നൽകിയത്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും. അതുപോലെ എന്താ, ചന്ദ്രയാൻ മിഷന് പേര് കൊടുത്തത് എന്താണ്, വിക്രം എന്നുള്ള പേരുമാണ് അല്ലെ. ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയത്. ഓക്കെ, ദെൻ ഇതാരാണ്, സതീഷ് ധാവൻ ആണ് അല്ലെ. സതീഷ് ധാവൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO. He took the leadership role in developing India's unique space technologies. Satish Dhawan Space Center located in Sriharikota is named so in memory of him. എന്താണ് പറയുന്നത്, സതീഷ് ധവാൻ അല്ലേ, ഇസ്രോയുടെ ചെയർമാൻ അല്ലെ, ISROന്റെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാന്. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് എന്താണ്, ലീഡർഷിപ്പ് നൽകി അല്ലെ, നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണക്കാണ്, ഇദ്ദേഹത്തിന്റെ മെമ്മറിക്കാണ് എന്ത്, ഈ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്തായി, സതീഷ് ധാവൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വോയേജസ് ടു ദ മൂൺ.
ഇനി എന്താണ് ചന്ദ്രയാത്രകൾ അല്ലെ, മൂണിലേക്കുള്ള യാത്രകൾ അല്ലെ. ദ ഡിസയർ ടു റീച്ച് ദ മൂൺ, എർത്ത് നിയറസ്റ്റ് സെലസ്ഷ്യൽ ബോഡി, വാസ് എ ലോങ് സ്റ്റാൻഡിംഗ് ആസ്പിറേഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി. ദിസ് ഡ്രീം വാസ് റിയലൈസ്ഡ് ഓൺ July 21, 1969. This was a result of a continuous research since 1960. In NASA's Apollo 11 lunar exploration module, astronauts Neil Armstrong and Edwin Buzz Aldrin first landed on the moon. Michael Collins as the pilot of the spacecraft which took them to the moon. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ എന്താണ് മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ. 1969 ജൂലൈ 21 എന്ത് ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണെന്ത് ഈ നേട്ടം കൈവരിക്കാനായത്. 1960 മുതലാണെന്ത് ഇവര് നിരന്തരമായി ഈ ഗവേഷണം നടത്തിയിട്ട് അതിന്റെ ഫലമായിട്ടാണ് 1969 ജൂലൈ 21 എന്താക്കിയത് ഈ ബഹിരാകാശ ചന്ദ്രനിലേക്ക് പോയത് അല്ലെ. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 2 എന്ന ചാന്ദ്ര പരിവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് അല്ലെ. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകത്തിന്റെ പൈലറ്റ്. ഓക്കെ, മിക്കൈൽ കോളിൻസ് വാസ് ദ പൈലറ്റ് ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് വിച്ച് ടുക്ക് ദം ടു ദ മൂൺ അല്ലെ. ഇവര് മൂന്നാളുള്ളത് അല്ലെ. ദെൻ അടുത്ത നോക്കൂ, ദ സ്പേസ് വീക്ക്. എന്താണ് സ്പേസ് വീക്ക്? ബഹിരാകാശ വാരം അല്ലെ. സ്പേസ് വീക്ക് എന്ന് പറഞ്ഞാൽ ഏത് ദിവസം നമുക്ക് നോക്കാം. Sputnik 1 launched by the Soviet Union is the first artificial satellite. എന്താണ് the beginning of the space age is marked by its launch on October 4, 1957. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ satellite. The International Space Week is observed annually from October 4 to 10. It is observed to commemorate the launch of Sputnik 1 and the signing of the International Outer Space Treaty to use the outer space only the peaceful purposes on October 10, 1967. അപ്പൊ എന്താണ് സ്പുട്നിക് 1 ആണെന്ത് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണെന്ത് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അല്ലെ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണെന്ത് ബഹിരാകാശ യുഗം അല്ലെ. ദ ബിഗിനിങ് ഓഫ് ദ സ്പേസ് ഏജ് ഈസ് മാർക്ക്ഡ് ബൈ ഇറ്റ്സ് ലോഞ്ച് ഓൺ October 4, 1957 അല്ലെ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണിത് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അല്ലെ. അന്താരാഷ്ട്ര തലത്തിൽ October 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നുണ്ട് അല്ലെ. എവിടെയാണ് ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഫ്രം October 4 to 10 അല്ലെ. October 4 മുതൽ 10 വരെ എന്താണ് ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ആയിട്ട് ആചരിക്കുന്നുണ്ട് അല്ലെ. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ എന്ത് നടത്തുന്നത് ഈ സ്പേസ് വീക്ക് നടത്തുന്നത് അല്ലെ. സൈനിങ് ഓഫ് ഇന്റർനാഷണൽ ഔട്ടർ സ്പേസ് ട്രീറ്റി ടു യൂസ് outer space only for peaceful purpose on October 10, 1967. എന്താണ് പറയുന്നത് 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഉടമ്പടിയുടെയും പിന്നെ അതുപോലെ എന്താണ് സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും ഓർമ്മയ്ക്കാണ് എന്ത് ഈ സ്പേസ് വീക്ക് നടത്തുന്നത് കേട്ടോ. ഇനി ഇന്ത്യസ് ലൂണാർ മിഷൻസ്. എന്താണ് ഇന്ത്യയുടെ ലൂണാർ മിഷൻസ് ചന്ദ്രദൗത്യങ്ങൾ എന്തൊക്കെയാണ്? അവർ നേഷൻ കണ്ടക്ട് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻസ് ഇൻ ദ നെയിം ചന്ദ്രയാൻ. കേട്ടില്ലേ നിങ്ങൾ? ചന്ദ്രയാൻ ഇപ്പോൾ നേരെയാണല്ലേ 2019 ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ 2023 ഒക്കെ എന്താണ് ചന്ദ്രയാനിലെ മിഷൻസ് ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെ. ചന്ദ്രയാനിലേക്ക് പോയിട്ടുണ്ട്, മൂണിലേക്ക് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർ നേഷൻ കണ്ടക്ട് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഇൻ ദ നെയിം ചന്ദ്രയാൻ. ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ചന്ദ്രയാൻ 1 is the first lunar exploration mission of our nation. It was launched on October 22, 2008 from Sriharikota. It entered the moon's orbit at an altitude of 100 kilometers and conducted studies of the lunar surface. കണ്ടോ? അപ്പൊ എന്താണ് ചന്ദ്രയാൻ 1 അല്ലെ. നമ്മുടെ രാജ്യം
രാജ്യത്തിന്റെ ആദ്യ ചന്ദ്രപരിവേഷണ പേടകമാണ് എന്ത്, ആദ്യത്തെ അല്ലെ ഫസ്റ്റ് മിഷൻ, എന്തായത് ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ആണ് എന്ത്, ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്രപരിവേഷണ പേടകമാണ് എന്ത്, ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എന്ത് ഇത് ലോഞ്ച് ചെയ്തത് അല്ലെ, വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള ഒരു പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ എവിടെയാണ് ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുകയാണെന്ത്, ചന്ദ്രയാൻ 1 ചെയ്ത് അല്ലെ. ഇറ്റ് എൻഡഡ് മൂൺസ് ഓർബിറ്റ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 100 കിലോമീറ്റേഴ്സ് ആൻഡ് കണ്ടക്ടഡ് സ്റ്റഡീസ് ഓഫ് ലൂണാർ സർഫേസ്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 2 നോക്കൂ. ചന്ദ്രയാൻ 2 എന്താണ് എന്താക്കിയത് നോക്കിയേ. Chandrayaan 2 is India's second lunar exploration mission launched on July 22, 2019 അല്ലേ. ഇതാണ് ടീച്ചർ പറഞ്ഞത്. 2019ലും എന്താണ് 2023ലും എന്താണ് ഇതാക്കി. ചന്ദ്രയാൻ 3 2023ലും ചന്ദ്രയാൻ 2 2019ലും ആണ് എന്ത് ലോഞ്ച് ചെയ്തത് അല്ലെ. അപ്പൊ ചന്ദ്രയാൻ 2 is India's second lunar exploration mission launched on July 22, 2019. Its goal was to study the features of rocks and soil on the lunar surface. അപ്പൊ ചന്ദ്രയാൻ 2 പോയത് എന്താണ്, ഇന്ത്യയുടെ രണ്ടാമത്തെ ലൂണാർ എക്സ്പ്ലോറേഷൻ ആണ് അല്ലെ, മിഷനാണ് ചന്ദ്രയാൻ 2 അല്ലെ. 2019 ജൂലൈ 22 എന്ത് ഇത് ലോഞ്ച് ചെയ്ത് വിക്ഷേപിച്ചത് അല്ലെ. എന്താണ് ഇതിന്റെ മെയിൻ, എന്തിനാണ് ഇതിന്റെ ലക്ഷ്യം എന്താണ്, ചന്ദ്രനിൽ ഇറങ്ങി അവിടെ പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് അല്ലെ. ചന്ദ്രനിലുള്ള പാറകളുടെയും അതുപോലെ മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3 നോക്കിയേ. ചന്ദ്രയാൻ 3 is the first mission to land on the south pole of the moon. It was launched on July 14, 2023. It landed on the lunar surface on August 23, 2023. The rover separated from it, roamed on the lunar surface and conducted experiments. എന്താണ് ചന്ദ്രയാൻ 3? ചന്ദ്രന്റെ ഈ ചന്ദ്രയാൻ 3 ഇറങ്ങിയ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. മൂണിന്റെ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യ മിഷനാണ് എന്ത്, ഫസ്റ്റ് മിഷനാണ് എന്ത്, ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അല്ലെ. ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യത്തെ മിഷനാണ്, ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3 അല്ലെ. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചതാണ് അല്ലെ, ലോഞ്ച് ചെയ്തതാണ്. 2023 ഓഗസ്റ്റ് 23 എന്താക്കി, അവിടെ ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അല്ലെ. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് എന്താണ് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താണ് പറയുന്നത്, അതർ ഇന്ത്യൻ പ്രോജക്ട്സ്. ഇനി എന്താണ് മറ്റ് ഇന്ത്യൻ പദ്ധതികളുണ്ട് അല്ലെ. എന്തൊക്കെയാണ്, വി ഹാവ് project to study not only about the moon but about the other celestial bodies also. എന്താണ്, ഈ ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് എന്താണ് പദ്ധതികളുണ്ട് അല്ലെ. മിഷൻ നോക്കൂ, അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുക കേട്ടോ, അതിന്റെ ലക്ഷ്യവും ചിത്രവും എന്താണ് കേട്ടോ. മിഷന് എന്താണ് മംഗൾയാൻ അല്ലെ. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ, ലക്ഷ്യം എന്താണ്, മാർസ് എക്സ്പെഡിഷൻ അല്ലെ, ചൊവ്വ പരിവേഷണം അല്ലെ. മംഗൾയാൻ എന്താണ്, മാർസ് എക്സ്പെഡിഷൻ ആണ് കേട്ടോ, ചൊവ്വ പരിവേഷണമാണ്. ദെൻ ആദിത്യ L1 അല്ലെ, അതെന്താണ് സോളാർ എക്സ്പെഡിഷൻ ആണ് കേട്ടോ, സൗര പര്യവേഷണമാണ്, സോളാർ എക്സ്പെഡിഷൻ ആണിത്, ആദിത്യ L1. ഇനി എന്താണ് അടുത്ത നോക്കിയ ഗഗൻയാൻ അല്ലെ. ഗഗൻയാൻ എന്താണ് സ്പേസ് എക്സ്പെഡിഷൻ ആണ് കേട്ടോ, ബഹിരാകാശ പര്യവേഷണമാണ് ഗഗൻയാൻ അല്ലെ. ഈ പദ്ധതികളൊക്കെ ഉണ്ട്, ഇന്ത്യക്ക് ഉണ്ട് അല്ലെ. ഈ പദ്ധതികളൊക്കെ അല്ലെ, ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് എന്താണ് പദ്ധതിയുണ്ട്. ദെൻ gather more information about such projects and prepare the Indian space booklet. എന്താണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ. നമുക്ക് ഇവിടെ പറയുന്നത് here are some key milestones of India space exploration. Rearrange them in the chronological order. എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവയ്പ്പുകളാണ് താഴെ അല്ലെ. ഇന്ത്യ സ്പേസ് എക്സ്പ്ലോറേഷന്റെ പ്രധാന ചുവടുവയ്പ്പുകളാണ് താഴെ. അതിനെന്താണ് ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തിയവ എന്താണ് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലോഞ്ച് ഓഫ് മംഗൾയാൻ ആണ് അല്ലെ. പിന്നെ അതിനെന്താണ് ഓർഡറിൽ എഴുതിയിട്ട് ആ വർഷം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ISRO was established in 1969 August 15, launch of Aryabhatta 1975 April 19, launch of INSAT 1 1982 April 10, launch of Chandrayaan 1 2008 October 22, launch of Mangalyaan 2013 November 5, launch of Aditya L1 2023 September 2 ആണ് കേട്ടോ. ഓക്കെ, September 2.
നോക്കൂ, എർത്ത് സാറ്റലൈറ്റ് മൂൺ ആണ്. വെതർ ഫോർകാസ്റ്റിംഗ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. പിന്നെന്താണ്, ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്, റോക്കറ്റ് ആണ്. സെലഷ്യൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്സ് ഏതാണ്, സാറ്റലൈറ്റ് ആണ്. സെൽഫ് ഗ്ലോയിങ് ചെയ്യുന്ന ഏതാണ്, സൺ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് ക്രോസ് വേർഡ് പസിലാണ്. ഈ പസിൽ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഇനി റൈറ്റിലേക്ക് നാസാസ് ഫസ്റ്റ് മിഷൻ ടു സെൻഡ് വുമൺ ടു ദ മൂൺ. എന്താണ്, നാസ ഫസ്റ്റ് മിഷൻ ടു സെൻഡ് വുമൺ ടു ദ മൂൺ, മൂണിലേക്ക് സെൻഡ് ചെയ്ത ഫസ്റ്റ് മിഷൻ ഏതാണല്ലേ. അപ്പോൾ എന്താണ്, ആർട്ടമിസ് ആണ് കേട്ടോ. ARTEMIS എഴുതുക കേട്ടോ, ARTEMIS. ഓക്കെ, ദെൻ അടുത്ത എന്താ ക്വസ്റ്റ്യന്, ദ ഓൺലി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ കേരള. ദ ഓൺലി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ കേരള ഏതാണ്, രണ്ടാമത്തത്, നാലാമത്തത്. അപ്പോൾ അതാ സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ എഴുതുക കേട്ടോ, ഈ പസിലിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഒന്നാമത്തത് എന്താണ്, ആർട്ടമിസും, അതുപോലെ നാലാമത്തത് കേട്ടോ, നാലാമത്തത് തുമ്പ. 4 എവിടെ എഴുതുക നിങ്ങൾ, ഇതാ നോക്കൂ, ഇതാ 4 ഇവിടെ താഴെ എഴുതണം കേട്ടോ, തുമ്പാന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, റൈറ്റിലേക്കാണ്. ഇനി ഡൗൺവേർഡ് താഴോട്ടേക്കാണ്. ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ടെലിസ്കോപ്പ് എന്താണ്, ആസ്ട്രോസാറ്റ് ആണ് അല്ലേ. അത് താഴോട്ട് എഴുതുക, 1 താഴോട്ടേക്ക് എഴുതുക കേട്ടോ, ആസ്ട്രോസാറ്റിന് താഴോട്ടേക്ക് എഴുതുക. ദ നെയിം ഓഫ് എ ഇന്ത്യൻ സാറ്റലൈറ്റ്, ഇന്ത്യൻ സാറ്റലൈറ്റിൻ്റെ ഒരു പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 അല്ലേ, 2 താഴോട്ട് എഴുതുക. എന്താ, രോഹിണി കേട്ടോ. എന്താണ്, രോഹിണി. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറയുന്നത് നോക്കിയേ, ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ. ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേണിൻ്റെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് 3 ഡൗൺവേർഡ്സ് താഴോട്ടേക്ക് 3 കേട്ടോ. എന്താണ്, ടൈറ്റാൻ ആണ് കേട്ടോ. ഇവിടെ എഴുതുക, നിങ്ങൾ എന്താക്കുക, ഇവിടെ എഴുതുക കേട്ടോ, ടൈറ്റാൻ. ഓക്കെ, ടൈറ്റാൻ എഴുതുക. ദെൻ അടുത്ത ഇന്ത്യാസ് ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചത്, ഇന്ത്യൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 5 താഴോട്ടേക്ക് എഴുതുക. ഏതാണ്, ഇൻസാറ്റ് ആണ് കേട്ടോ. ഇൻസാറ്റ് ആണ് എന്ത്, 5 കേട്ടോ. ഓക്കെ, ഈ 5 താഴോട്ടേ ഇതവിടെ 5 അതിൻ്റെ ഡൗൺവേർഡ് ആണ്. അപ്പോൾ താഴോട്ടേക്ക് ഇൻസാറ്റ് എഴുതുക കേട്ടോ. ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, 6ാമത്തെ ഏതാണ്, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചത്. ഇവിടെ എന്താണ്, 6ാമത്തെ താഴോട്ടേക്ക് ഇത് എസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, സ്പുട്നിക് ആണ് കേട്ടോ. എന്താണ്, സ്പുട്നിക് ആണ് എന്ത്, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്പുട്നിക് എഴുതുക. ദെൻ അടുത്തത് എന്താ, ഓറഞ്ച് റെഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഇത് അപ്വാർഡാണ്, മേലോട്ടേക്കാണ്, 7ാമത്തത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഓറഞ്ച് റെഡ് പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റെഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റത്തിൽ ഏതാണ്, മാർസ് ആണ് കേട്ടോ. MARS, മാർസ് കേട്ടോ. അത് നിങ്ങൾ അപ്വാർഡ് മേലോട്ടേക്കാക്കി എഴുതുക. ഏതാണെന്ന് നോക്കാം നമുക്ക്. ഇതാ 7 ഇവിടെയാണ് കേട്ടോ, 7 ഇവിടെ. അപ്പോൾ MARS മേലോട്ടേക്ക് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി ഇവിടെ പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ റോക്കറ്റ് ആണ്. റോക്കറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യാനാണ്. അപ്പോൾ എന്താണ്, മെറ്റീരിയൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. PVC പൈപ്പ് 1/2 ഇഞ്ചിൻ്റെ, എൽബോ പൈപ്പ് 2 സ്റ്റോപ്പർ 1, സൈക്കിൾ വാൾവ് 1, വാട്ടർ ബോട്ടിൽ പ്രിഫറബിളി 1 വിത്ത് എ നാരോ നെക്ക് ഉള്ളത്. എന്നിട്ട് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിപ്പയർ the launching pad with a 1/2 inch PVC pipe as seen in the picture. Put a small hole in the middle of the central pipe and fix the cycle valve without air gap. Attach tail and wings to the bottle to form a rocket shape with will help it to rise higher. Fill quarter part of the bottle with water and fix it upright at the open end of the launch pad pipe. എന്താണ് പറഞ്ഞിരിക്കുന്നത്, നിർമ്മാണ രീതിയാണ് അല്ലേ, ജല റോക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്താക്കുക, 1/2 ഇഞ്ച് PVC പൈപ്പ് കൊണ്ട് വിക്ഷേപണ സംവിധാനം ഒരുക്കുക. മധ്യഭാഗത്ത് അതിൻ്റെ നടുക്കായിട്ട് പൈപ്പിൻ്റെ നടുവിൽ ചെറിയൊരു ദ്വാരം ഇട്ട്, കണ്ടോ, ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് റോട്ടിട്ടിട്ട് സൈക്കിൾ വാൾവ് വായു കടക്കാത്ത വിധം ഉറപ്പിക്കുക. പിന്നെ കുപ്പിക്ക് കോണും ചിറകുകളും ഘടിപ്പിച്ച് എന്താക്കുക, റോക്കറ്റ് ആകൃതി നൽകുക. അതാ കണ്ടോ, കുപ്പി അതിന് റോക്കറ്റ് ആകൃതി നൽകുക. പിന്നെ കൂടുതൽ എന്താണ്, ഉയരത്തിൽ പോകാൻ സഹായിക്കും. പിന്നെ കുപ്പിയിൽ കാൽഭാഗം എന്താണ്, കുപ്പിയിൽ എന്താക്കണം, കാൽഭാഗം വെള്ളം നിറച്ച് PVC പൈപ്പിൻ്റെ തുറന്ന അറ്റത്ത് എന്താ കുത്തനെ ഘടിപ്പിക്കുക. സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് എന്താക്കുക, കുപ്പിക്കകത്തേക്ക് കാറ്റ് നിറയ്ക്കുക. സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് കുപ്പിക്കകത്തേക്ക് എന്താക്കുക, ഈ കാറ്റ് നിറയ്ക്കുക. കുപ്പിക്കകത്തേക്ക് കാറ്റ് നിറയ്ക്കുക. കുപ്പിക്കുള്ളിലെ ഈ പ്രഷർ എന്താക്കും, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് ആകാശത്തേക്ക്, കുപ്പിക്കുള്ളിലെ മർദ്ദം ഒരു പരിധി കഴിഞ്ഞാൽ എന്താക്കും, നമ്മുടെ റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചു വരും. എന്താണ്, മുതിർന്നവരുടെ സഹായത്തോടെ നിങ്ങൾ എന്താക്കുക, റോക്കറ്റ് വിക്ഷേപിച്ച് നോക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ. അപ്പോൾ എന്താണ് ഈ എയർ ഇത് കണ്ട ഫിൽ എയർ ഇൻ ദ ബോട്ടിൽ യൂസിങ് സൈക്കിൾ പമ്പ്. വൺസ് ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ എക്സീഡ് എ സർട്ടൻ ലിമിറ്റ് ദ റോക്കറ്റ് വിൽ ടേക്ക് ഓഫ് ഇൻ ടു ദ സ്കൈ. എവരി വൺ മേ ടേക്ക് സച്ച് റോക്കറ്റ്സ് മേക്ക് സച്ച് റോക്കറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. ബിരുദരുടെ സഹായത്തോടെ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.